എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ശിവഭക്തനായ ഭർതൃഹരിയുടെ കഥയാണ്. വിശന്നു വലഞ്ഞ ഒരു ഭക്തൻ ഭർതൃഹരി ശ്മശാന സ്ഥലത്ത് ചിതയുടെ തീക്കനലിൽ റൊട്ടി ചുടുന്നത് കണ്ടപ്പോൾ അന്നപൂർണേശ്വരിയായ അമ്മ പാർവതി സങ്കടപ്പെട്ടു. ദേവി തൻ്റെ പതി പരമശിവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഭക്തരുടെ ദയനീയാവസ്ഥ കണ്ടിട്ടും അങ്ങയുടെ കഠിനഹൃദയം ഒരുകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്തരം ഭക്തർക്കായി എൻ്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. എന്നാൽ അവർ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും സമർപ്പിച്ചാലും അവർ അത് സ്വീകരിക്കുന്നില്ല. അവർ കഷ്ടപ്പെടുന്നു. പിന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ദേവി എന്നോട് പറയൂ. അമ്മ ഭവാനി ആശ്ചര്യത്തോടെ പറഞ്ഞു, അപ്പോൾ നിങ്ങളുടെ ഭക്തർക്ക് അവരുടെ വിശപ്പടക്കാൻ ഭക്ഷണം ആവശ്യമില്ലേ? ശിവജി പറഞ്ഞു, പരീക്ഷിക്കുന്നത് ദേവിയുടെ പഴയ ശീലമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വയം പോയി ചോദിക്കരുതോ? പക്ഷേ പരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമശിവൻ്റെ കൽപ്പന ലഭിച്ചയുടനെ പാർവതീദേവി ഒരു ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ ഭർതൃഹരിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് നന്നായി വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ഭിക്ഷക്കാരി ദയനീയമായ സ്വരത്തിൽ അഭ്യർത്ഥിച്ചു. ഭർതൃഹരി തയ്യാറാക്കിയ 2 റൊട്ടികളും ഭിക്ഷക്കാരിയുടെ കൈകളിൽ വച്ചു കൊടുത്തു. തന്നേക്കാൾ കൂടുതൽ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാൻ ഈ ഭക്ഷണത്തിന് കഴിയുമെന്നതിൽ അദ്ദേഹം വളരെ സംതൃപ്തനായിരുന്നു. മകനെ, ഈ 2 റൊട്ടികൾ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ കുടുംബത്തിൽ ഞാൻ തനിച്ചല്ല. എനിക്ക് പ്രായമായ ഒരു ഭർത്താവുണ്ട്. അദ്ദേഹവും വളരെ ദിവസങ്ങളായി ഒന്നും കഴിച്ചിട്ടില്ല. ഭർതൃഹരി വെള്ളപ്പാത്രമെടുത്ത് വെള്ളം കുടിച്ചു. ഒരു ദീർഘനിശ്വാസമെടുത്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. മകനെ, നീ എവിടെ പോകുന്നു? ഭർതൃഹരി തിരിഞ്ഞു നോക്കി. യാചക സ്ത്രീ പറഞ്ഞു, നിങ്ങളുടെ ദാനശീലത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ. ആ സ്ത്രീയെ വണങ്ങിക്കൊണ്ട് ഭർതൃഹരി പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെയും ഭർത്താവിൻ്റെയും വിശപ്പടക്കാനാണ് നിങ്ങൾ എന്നോട് റൊട്ടി ചോദിച്ചത്. മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടി വയറു നിറയ്ക്കുന്ന ഒരാൾക്ക് എന്താണ് നൽകാൻ കഴിയുക? അത്തരമൊരു യാചകയോട് ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? പാർവതീദേവി തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സർവശക്തയാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോടുള്ള നിങ്ങളുടെ അനുകമ്പയിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് അനുഗ്രഹവും ആവശ്യപ്പെടുക. ഭർതൃഹരി ജഗദംബയുടെ പാദങ്ങളിൽ ശിരസ്സു നമിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് തൃപ്തിയുണ്ടെങ്കിൽ ഈ വരം തരൂ. എനിക്ക് കിട്ടുന്നതെന്തും അത് ദരിദ്രർക്കും സാധുക്കൾക്കും വേണ്ടി വിനിയോഗിക്കണം. ദൗർലഭ്യത്തിലും മനസ്സ് അസ്വസ്ഥമാകാതെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. തഥാസ്തു. ദേവി പാർവതി പതിയുടെ അടുത്തേക്ക് മടങ്ങി. ഭൂതവും വർത്തമാനവും ഭാവിയും കാണാൻ കഴിയുന്ന ദേവദേവനായ പരമശിവൻ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ദേവിയോട് പറഞ്ഞു, ഭദ്രേ, എൻ്റെ ഭക്തർക്ക് ഒന്നും ലഭിക്കാത്തതിനാൽ അവർ ദരിദ്രരായി തുടരുന്നില്ല. എന്നാൽ ഔദാര്യവും ഭക്തിയും അവരെ കൂടുതൽ കൂടുതൽ ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കൂടാതെ ഒഴിഞ്ഞ കൈകളാൽ പോലും അവർ ധനികരേക്കാൾ സംതൃപ്തരായി തുടരുന്നു. നന്ദി.